എന്താ എന്താ അത്ര ആലോചന? അത് ഞാനേ ചെക്കപ്പിന് പോകേണ്ട ഡേറ്റ് ആയോ എന്ന് നോക്കിയതാ. ഹും, നിനക്ക് പിന്നെ നല്ല സുഖമല്ലേ. ആശുപത്രിയിൽ ചെക്കപ്പിന് പോകേണ്ട ഡേറ്റ് നോക്കി ഇരുന്നാൽ മതിയല്ലോ. ആശുപത്രി ചെലവ്, പൈസ, അതിന്റെ ബുദ്ധിമുട്ടൊന്നും നിനക്കറിയണ്ടല്ലോ. അല്ലമ്മ, ഞാൻ ഡേറ്റ് മറക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നോക്കി വെച്ചതാ. ഓ പാവ എൻ്റെ മോൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുക. നിനക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ, നിനക്ക് ഇവിടെ ദൂരത്തടിച്ച് നടന്നാൽ മതിയല്ലോ. അവനുണ്ടല്ലോ കഷ്ടപ്പെടാനും പണിയെടുക്കാനും ഒക്കെ. അല്ല, ഈ മാസാമാസം ഈ ആശുപത്രിയിലോട്ട് കയറേണ്ട ആവശ്യം എന്തിരിക്കണം? ഞാനും രണ്ടു പറ്റതാ. ഞാനൊന്നും ഇങ്ങനെ ആശുപത്രി പോയിട്ടില്ലേ. എപ്പോഴാണ്ട് ഒരു ദിവസം അങ്ങാണ്ട് ഒരു തലകറക്കം വന്നപ്പോൾ അങ്ങാണ്ട് ഒരു ആശുപത്രി പോയി. അല്ലാണ്ട് ഞാനൊന്നും ആശുപത്രി പോയിട്ടില്ല. ഈ പണ്ടുള്ളവരൊക്കെ ആശുപത്രിയിൽ നിന്ന് കിടക്കുകയാണോ എപ്പോഴും പണി? ഗർഭിണി ആകുമ്പോഴേക്കും അങ്ങ് ആശുപത്രിയിലോട്ട് പോവുക. ഇല്ലാത്ത അസുഖമൊന്നുമില്ല, ഉള്ള മരുന്ന് മൊത്തം അവർ എഴുതരും, ആ മരുന്ന് മൊത്തം തിന്നുക. പണ്ടുള്ളവരൊന്ന് സുഖമായിട്ട് പ്രസവിച്ചോണ്ട് നടന്നേ, ആശുപത്രി പോക്കും ഡോക്ടറൊന്നും ഇല്ലാത്തോണ്ടാ. ഇപ്പം മരുന്ന് കയറ്റി ആശുപത്രി പോക്കും മാസം മാസം മാസം. ഗർഭിണിയാന്ന് പറയുമ്പോഴേക്ക് ചെലവാ. അമ്മയ്ക്ക് അറിയാലോ, ഞാൻ അങ്ങനെ മരുന്നൊന്നും കഴിക്കാറില്ല. മരുന്നില്ലാത്തതുകൊണ്ട് ആ കാശെങ്കിലും എൻ്റെ മോന് ലാഭമായി. അല്ല, നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്ന് ഇടയ്ക്കൊക്കെ നിന്നെ ആശുപത്രി കൊണ്ടുപോയിക്കൂടെ? ഒരു മാസമെങ്കിലും എനിക്ക് സമാധാനം കിട്ടത്തില്ലേ? ഇത് നീ ആശുപത്രി പോണതിൻ്റെ കൂടെ എല്ലാ മാസവും ഞാൻ ഇങ്ങനെ ലോക്ക് 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 നടക്കുക. എൻ്റെ അച്ഛന് ലോഡിങ് പണിയാന്ന് അമ്മയ്ക്ക് അറിയാലോ. പിന്നെ എൻ്റെ അമ്മ കൂലിപ്പണിക്കും പോണതാ. ഒരു ദിവസം മാറി എന്നാൽ അവർക്ക് ശരിയാവില്ല. ദിവസക്കൂലി കൊണ്ട് അവർ ജീവിച്ചു പോണത്. അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ അവരെ വിളിക്കാത്തത്. എന്ത് പറഞ്ഞാലും പിന്നെ കാരണങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പ്രസവം കഴിഞ്ഞ് നിൻ്റെ അമ്മയ്ക്ക് കൂലിപ്പണിക്ക് പോകണം, നിൻ്റെ അച്ഛന് പണിക്ക് പോകണം എന്നും പറഞ്ഞ് പ്രസവം കഴിഞ്ഞ പാടെ ഇങ്ങോട്ട് വരുമോ? ആ ഒരു ഉപദ്രവം കൂടി നീ ചെയ്യാൻ ബാക്കിയുള്ളൂ. അല്ല, നീ എന്തിനാ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുന്നേ? അമ്മ എന്തൊക്കെയോ തിന്നാൻ തോന്നുന്നു, അതാ ഞാൻ ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചത്. ഏത് നേരവും വാരി വലിച്ച് എന്തെങ്കിലും തിന്നുന്ന കാര്യം മാത്രമേ ചിന്തയുള്ളൂ. ഈ മധുരമുള്ള ബിസ്ക്കറ്റൊക്കെ എടുത്ത് തിന്നു കഴിഞ്ഞാൽ വല്ല ഷുഗറും വരും. അമ്മ, ഞാനങ്ങനെ മധുരമൊന്നും കഴിക്കുന്നില്ലല്ലോ. ഇപ്പൊ ഒരു കൊതി തോന്നിയപ്പോൾ ഞാൻ എടുത്ത് കഴിച്ചതാ. ഒരു കൊതി ലോകത്താർക്കും ഇല്ലാത്തക്ക നിനക്കുണ്ട്. ഒരു ഗർഭിണിയാണെന്നും പറഞ്ഞ് ഇത്രയ്ക്ക് കാട്ടിക്കൂട്ടലൊന്നും വേണ്ടാട്ടാ. അവളുടെ തീറ്റയും കുറേ കാര്യങ്ങളും എന്തേലും പണ്ടാരടങ്ങി ചെയ്യും. ഞാനിപ്പോൾ അതൊന്നും പറയാനല്ല വന്ന്. എൻ്റെ മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ചോദിക്കുകയും ചെയ്ത്, പ്രസവ ചെലവൊക്കെ നിൻ്റെ വീട്ടുകാരല്ലേ ചെയ്യാന്ന്. അതെന്തിനാ എൻ്റെ വീട്ടുകാർ ചെയ്യുന്നത്? എൻ്റെ വീട്ടുകാരെ കൊണ്ട് പറ്റുന്നതിലധികമായിട്ട് അവിടെ നിന്ന് ഇവിടെ നോക്കി കടം മേടിച്ചിട്ടാണെങ്കിലും അവരുടെ കഴിവിൻ്റെ അധികമായിട്ട് സ്ത്രീധനം തന്നാണ് എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടത്. സ്വർണവും കാര്യങ്ങളെല്ലാം ചേട്ടൻ്റെ പേരിൽ ലോക്കറിലും ഇരിക്കുന്നത്. ഇനി എൻ്റെ പ്രസവം കൂടി അവർ നോക്കണം എന്ന് പറഞ്ഞാൽ അതെന്തിനാ? ഈ കുഞ്ഞിൻ്റെ അച്ഛൻ, ചേട്ടൻ്റെ ഉത്തരവാദിത്വമല്ലേ അതൊക്കെ? അത് മതി. ആഹാ, നീ വലിയ വർത്താനമൊന്നും പറയണ്ട. ഇതൊക്കെ തന്നെയാ നാട്ടുകിടപ്പ്. ഈ നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഇങ്ങനെയൊക്കെ തന്നെയാ. അല്ലാണ്ട് തന്തയല്ല എല്ലാം നോക്കേണ്ടത്. ഒരു അതിരി ഇത്രയും നാൾ ചെക്കപ്പിന് പോയപ്പോഴൊക്കെ എൻ്റെ മോൻ എല്ലാം ചെയ്തില്ലേ? കൊച്ചിൻ്റെ തന്ത അതൊക്കെ ചെയ്തിട്ടുണ്ട്, അതിനുള്ള പൈസയൊക്കെ മുടക്കി. ഇനി കൊച്ചിൻ്റെ തള്ളയുടെ വീട്ടുകാർ ചെയ്താൽ മതി. അതാണ് അതിൻ്റെ ഒരു രീതി. എന്നോട് ചേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. കുറച്ച് നേരത്തപ്പോൾ വിളിച്ചപ്പോഴും ഒന്നും പറഞ്ഞില്ല. നിന്നോട് പറയാൻ മടിയായതുകൊണ്ടാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. നല്ല കുടുംബക്കാരാണെങ്കിൽ നീയും നിൻ്റെ വീട്ടുകാരെ അറിഞ്ഞ് ചെയ്യണം. ഞങ്ങളാണ് ചിലവാക്കേണ്ടതെന്ന് അറിഞ്ഞ് ചെയ്യേണ്ടത്. ഞാൻ പറയേണ്ട അവസ്ഥ വരെ വന്നു. ആണക്കെട്ട കുടുംബം. നീ പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ അച്ഛനോട് വിളിച്ച് പറയാൻ പറ. അവൻ്റെ അടുത്തൊന്ന് വിളിച്ച് പറ, പ്രസവത്തിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് നിൻ്റെ അച്ഛനോടൊന്ന് അവനെ വിളിച്ചു പറയാൻ പറ. ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിൽ വിളിച്ചു പറയുന്നത്? അമ്മ എൻ്റെ കാലത്തൊന്നുകൂടെ ചിന്തിച്ച് നോക്ക്. ഒന്നാമത് എൻ്റെ കല്യാണത്തിന് വാങ്ങിച്ചു കൂട്ടിയ കടങ്ങൾ ഓരോന്നോരോന്നായിട്ട് അച്ഛൻ വീട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഈ ഒരു ബാധ്യതയും കൂടെ ഞാൻ അവരുടെ തലയിൽ എങ്ങനെ എടുത്ത് വെക്കുന്നത്? പ്ലീസ് അമ്മ. നിന്റെ വീട്ടിലെ പണ്ടപ്പുറം പരാതിയൊക്കെ ഞാൻ എന്തിനാണ് കേൾക്കരുത്? നിനക്ക് അവൻ്റെ സ്വഭാവം അറിയാലോ. വെട്ടൊന്ന് മുറി രണ്ടാണ് അവന്. നിന്റെ അച്ഛനായിട്ട് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ അവനായിട്ട് വിളിക്കും. നിന്റെ അച്ഛനെ വിളിച്ച് പലതും പറഞ്ഞ് വലിയ പ്രശ്നമാവും, വഴക്കാവും. പിന്നെ ആ വീട്ടിലവൻ കയറില്ല. അതിലിടവരുത്തണ്ട. നീ വേഗം വിളിച്ച് പറഞ്ഞ് സമ്മതിപ്പിച്ച് ആ അച്ഛനോട് വിളിക്കാൻ പറ. ഞാൻ അന്നേ അവൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഈ ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്നൊന്നും കല്യാണം ആലോചിക്കരുത്. അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ഗതികെട്ട് നിൽക്കുവോ? നാണം കെട്ട കുടുംബം. അമ്മ വരുന്നു.
വരുന്നൊന്നും വിളിച്ചു പറഞ്ഞു പോലും ഇല്ലല്ലോ. ഓ എന്ത് പറയണ മോളെ, ഇന്നലെ രാത്രി സ്വപ്നം കണ്ട് നിന്നെ അതൂത്തും ഒക്കെ കണ്ടു. അപ്പം നിന്നെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഓടി പറഞ്ഞതാണ്. ഓ അമ്മയ്ക്ക് പിന്നെ പണ്ടേ ഈ സ്വപ്നം കാണൽ കുറച്ച് കൂടുതലാ. എന്താണ്ട് ഇവളെ നിന്റെ മുഖമൊക്കെ എങ്ങനെ ഇരിക്കണത്? വയ്യ എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ നിനക്ക്? നീ വയ്യായ കൂടുതലുണ്ടാ? എന്താ വല്ല വഴക്ക് കൂടിയാ? എന്തെന്തൊരു മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കണത്? ഓ അതൊക്കെ പണ്ടേ ഉള്ളതേ ഉള്ളൂ. അമ്മേ, നമ്മൾ പ്രസവ ചെലവ് നോക്കണമെന്ന് പറഞ്ഞ് ചേട്ടൻ്റെ അമ്മ രാവിലെ ഒരു സംസാരം ഉണ്ടാക്കി. കുറേ എന്തൊക്കെയാണ്ടൊക്കെ പറഞ്ഞു. നമ്മളതിനെ നോക്കണം എന്നാ പറയുന്നത്. ആണോ? അച്ഛൻ്റെ വരുമാനം എൻ്റെയൊക്കെ ഈ കൂലിപ്പണി വെച്ച് അതിന് എവിടെ നിന്ന് ഉണ്ടാക്കാനാണ്? എനിക്ക് വയ്യ. ആ സ്മൃതിയുടെ അമ്മ എപ്പോൾ വന്നു? ഞാൻ എൻ്റെ ആങ്ങളുടെ മോളെ ഒന്ന് വിളിച്ചിരുന്നു പോയി. ഞാനിപ്പോൾ വന്നേ ഉള്ളു. എന്തായാലും ഇവൾക്ക് 6 മാസമായി. ഇനിയിപ്പോൾ 7-ാം മാസത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകണ്ടേ? അപ്പോൾ എന്തായാലും ഇവിടെ ചടങ്ങൊന്നും വേണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചേക്കണേ. ചിലവാ. എൻ്റെ മോൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുക. അവൻ്റെ 2 മാസത്തെ ശമ്പളം വേണം ഇവിടെ പരിപാടി കിടത്ത്. അതൊന്നും വേണ്ട. നിങ്ങളൊരു 4 പേര് വന്ന് വെള്ളവും കുടിച്ച് ഇവളെ വിളിച്ചുകൊണ്ട് അങ്ങ് പോയാൽ മതി. അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. പരിപാടിയൊന്നും വേണ്ട. എന്നിട്ട് പ്രസവം കഴിഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമല്ലോ, 90-നും വല്ലതും കൂട്ടിക്കൊണ്ട് വരാം. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിനെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ പരിപാടി നടത്തിയാൽ മതി. അപ്പോൾ നടത്തണം എന്നുവെച്ചാൽ അപ്പോൾ ഞങ്ങളൊരു 10-25 പേര് വരാം. വന്ന് ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ച് അവളെയും കുഞ്ഞിനെയും ഇങ്ങോട്ട് കൊണ്ടുവരും. അതാണ് അതിൻ്റെ ഒരു രീതി അല്ലേ? അല്ല, ഇവിടെ എന്തായാലും ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പം അവിടെയും പരിപാടി വെക്കാത്തതന്നെ നല്ലത് അല്ലേ? അത് പറ്റത്തില്ല. ഞങ്ങളെ നല്ല തറവാട്ടുകാരാണ്. അപ്പോൾ ഈ ഞങ്ങളുടെ ബന്ധുക്കാരൊക്കെ ചോദിക്കും, നിങ്ങളുടെ വീട്ട് ബന്ധുക്കാരില്ലാത്തവരല്ല, ഞങ്ങളുടെ ബന്ധുക്കാരൊക്കെ ചോദിക്കും എൻ്റെ പെണ്ണിൻ്റെ വീട്ടുകാരൊന്നും പരിപാടി നടത്തിയില്ല എന്നാൽ ഞങ്ങൾക്ക് മോശം. അത് പറ്റത്തില്ല. പരിപാടി എന്നാലും നടത്തണം. വലിയ അങ്ങനെ ആർഭാടമൊന്നും ആക്കണ്ടെന്നേ. ചെറിയൊരു പരിപാടി നടത്തിയാൽ മതി. ഒരു ഇച്ചിരി ഫ്രൈഡ് റൈസോ ചിക്കനോ അല്ലെങ്കിൽ വല്ല ബിരിയാണിയോ അല്ലെങ്കിൽ നല്ലൊരു സദ്യ തന്നെ ആയിക്കോട്ടെ. അത് മതി. അത്ര വലിയ ഇതൊക്കെ ചിലവൊന്നും ഉണ്ടാക്കണ്ട അല്ലേ? കുറച്ച് പേരെ വിളിച്ചൊരു പരിപാടിയല്ലേ. പിന്നെ സ്മൃതി പറഞ്ഞായിരുന്നേ, പ്രസവ ചിലവൊക്കെ സ്മൃതിയുടെ വീട്ടുകാരാ ചെയ്യുന്നതെന്ന്. എൻ്റെ മോനെ കൊണ്ട് ഒരു പോലും ചിലവാക്കിപ്പിക്കത്തില്ലെന്ന്. ഞാൻ പറഞ്ഞ ശ്രുതിയുടെ അമ്മ എന്തിനാ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കണേ എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ ശ്രുതി പറഞ്ഞ് വീട്ടുകാർക്ക് നിർബന്ധമാണ്, അച്ഛനും അമ്മയ്ക്കൊക്കെ നിർബന്ധമാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ശരിയാ, നല്ല കുടുംബക്കാരാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. അതൊരു രീതിയൊക്കെ അങ്ങനെ തന്നെയാണ്. നല്ലതാണ്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലേ? എന്നാ പിന്നെ സമയം കളയണില്ല, ഞാൻ ഇറങ്ങട്ടെ കേട്ടാ. അമ്മ ചോറിനിട്ട് പോവാ. ഈ നേരം ആയില്ലേ? ഇരിക്കിരിക്കും, അമ്മ ചോറിനിട്ട് പോവാ. ഇല്ല മോളെ, ഞാൻ പോവാ. ഞാൻ പണി കഴിഞ്ഞ് ആ വഴി ഇങ്ങോട്ട് വന്ന, ഞാൻ പോട്ടെ. സമാധാനം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ശ്രുതിയുടെ അമ്മ എങ്ങാനും കഴിക്കാമെന്ന് പറഞ്ഞെങ്കിൽ പെട്ടേനെ. എന്താ വെച്ചാൽ 3 പേർക്കുള്ള ചോറേ ഉള്ളൂ. 2 പേരുടെ ചാപ്പാട് തന്നെ ശ്രുതി കഴിക്കും. പിന്നെ ഇച്ചിരി ചോറല്ലേ ഉണ്ടാവത്തുള്ളൂ. അതാണെങ്കിൽ ഞാൻ കഴിക്കാതിരിക്കുമായിരുന്നു. ശ്രുതിയുടെ അമ്മ എങ്ങാനും ഇപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞെങ്കിൽ അതെടുത്ത് കാണാൻ ഞാൻ പട്ടിണി ആയെന്നെ. കഴിക്കില്ല എന്ന് പറഞ്ഞ് നന്നായി. എന്നാ ശരി, എന്നാ ഞാൻ പോട്ടെ മോളെ, വിളിക്കാട്ടാ. അവൾക്ക് പിടിച്ചില്ല മേന കെട്ടവള്. ഓരോ പെണ്ണുങ്ങൾ കെട്ടി കയറി വന്നോളും.